പറഞ്ഞ എന്താ? അതൊക്കെ വെറും കഥയാ മോളെ. മോളെ ഈ സമയത്ത് പാടത്തോടെ നടക്കല്ലേ, ഗുളികൻ എപ്പോഴാ വരുന്നെന്ന് അറിയില്ല. ഞാൻ വരാം, എൻ്റെ ഒപ്പം ഗുളികനും കാണും. എന്നെ ചതിച്ചാൽ ഞാൻ ക്ഷമിച്ചേക്കും, പക്ഷേ ഗുളികൻ ക്ഷമിക്കില്ല. ഒപ്പമുണ്ടെന്ന് ദൈവം പറഞ്ഞ ഗുളികനെ ആരും കണ്ടില്ല. നാട്ടുരാജാവ് ചതിയുടെ താണ്ഡവമാടി. മണ്ണും മാനവും നഷ്ടമായി ജീവച്ഛവങ്ങളായി തീർന്ന കുറേ മനുഷ്യർ. ഗുളികൻ ഉണർന്നു. പച്ച മണ്ണിൽ ശവമായി കിടന്ന പച്ച മനുഷ്യൻ തീക്കനൽ പോലെ ഉലഞ്ഞുണർന്നു. അട്ടഹസിച്ചാർക്കുന്ന ഗുളികന് മുന്നിൽ നാട്ടാരെല്ലാം തൊഴുതു നിന്നു. തെയ്യക്കോലങ്ങളെല്ലാം മതിലിനകത്തിരിക്കുമ്പോൾ വെയിലും മഴയുമേറ്റ് മാടമില്ലാതെ പുറത്തിരിക്കുന്ന ഗുളികനെന്ന കാവൽക്കാരൻ. കാലനില്ലാത്ത കാലത്ത് മഹാദേവന്റെ പെരുവിരൽ പൊട്ടി അടർന്നുണ്ടായ ദേവനാണ് തെയ്യപ്രപഞ്ചത്തിലെ ഗുളികൻ. ജനന മരണങ്ങളുടെ കാരണഭൂതൻ. ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പാതിരാ നേരത്തും നടന്നു വാഴുന്ന ദേവൻ. മൃഗണ്ടു എന്ന മഹർഷിക്ക് കുഞ്ഞുങ്ങളില്ലാതെ ദുഃഖിതനായിരുന്നു. ശിവനെ തപസ്സു ചെയ്തു വരുത്തി തൻ്റെ ദുഃഖം പറഞ്ഞു. 100 വയസ്സ് വരെ ജീവിക്കുന്ന ബുദ്ധിശൂന്യനായ മകനെ വേണോ, അതോ വെറും 16 വയസ്സ് വരെ മാത്രം ആയുസ്സുള്ള മഹാപണ്ഡിതനായ ഒരു മകനെ മതിയോ എന്ന് ശിവനും. ആയുസ് കുറവെങ്കിലും അറിവുള്ള മകൻ മതിയെന്ന് മൃഗണ്ടു പറഞ്ഞു. അങ്ങനെ മുനിക്കൊരു മകൻ പിറന്നു. അവന് മാർക്കണ്ഡേയൻ എന്ന പേരുമിട്ടു. 16 വയസ്സ് തികയാറായപ്പോൾ മാതാപിതാക്കളുടെ നെഞ്ചു കലങ്ങി. തനിക്ക് ആയുസത്തെ കാര്യം അപ്പോഴാണ് അറിയുന്നത്. എന്നിട്ടും അവൻ പതറിയില്ല. കഠിനമായ ശിവഭജനം തുടങ്ങി. മരണദേവനായ കാലൻ അവനെ തേടി വന്നു. കാലന്റെ വിളി കേട്ട മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു നിലവിളിച്ചു. പക്ഷെ പോത്തിന്മേലിരുന്ന് കാലൻ കുരുക്കു വീശിയെറിഞ്ഞു. മാർക്കണ്ഡേയന്റെ കഴുത്തും ശിവലിംഗവും ചേർന്ന കുരുക്കു മുറുകി. പിഴുതു വന്നു ശിവലിംഗം. പിന്നെ പറയാനുണ്ടോ? ശിവകോപം ജ്വലിച്ചു. ഒറ്റ നോക്കിൽ തന്നെ എരിഞ്ഞമർന്നു കാലൻ. ശേഷിച്ചത് ഒരു പിടി ചാരം മാത്രം. ശേഷം കാലനില്ലാത്ത കാലം. ജീവജാലങ്ങൾക്ക് മരണമില്ലാതായി. ശിവന്റെ മനമലിഞ്ഞു. ഇടത് തൃക്കാലിന്റെ പെരുവിരൽ നിലത്തമർന്നു. ആ വിരൽ പൊട്ടിപ്പിളർന്നു. അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ഒരു ദേവൻ അവതരിച്ചു. അതാണ് സാക്ഷാൽ ഗുളികൻ. ത്രിശൂലവും കാലാപാശവും നൽകി ഗുളികനോട് മഹാദേവൻ ഇങ്ങനെ പറഞ്ഞു: കീഴ്ലോകത്തേക്ക് പോകുക, ചെന്ന് കാലന്റെ ജോലി ചെയ്യുക. അങ്ങനെ ശിവാംശുതനായ ഗുളികൻ നേരെ ഭൂമിയിലേക്ക് ഇറങ്ങി. കാലനില്ലാത്ത കാലത്തിൽ കാലനായി. മരണസമയത്ത് ജീവജാലങ്ങളുടെ ജീവനുകളും തൂക്കി ഭൂമിയിൽ നിന്നു പറന്നു. കാവുകളുടെയും ദേവസ്ഥാനങ്ങളുടെയും ഒക്കെ മതിലിന് പുറത്ത് ചെമ്പകമരച്ചോട്ടിലാണ് ഗുളികന്റെ സ്ഥാനം. ജനനം മുതൽ മരണം വരെയുള്ള ചെറുതും വലുതും നല്ലതും ചീത്തയുമായ എല്ലാ കർമ്മങ്ങളിലും ഗുളികന്റെ സ്ഥാനമുണ്ടാകുമെന്നാണ് വിശ്വാസം.